ആ കുന്ത്രാന്റെ കയ്യിൽ നിന്ന് പോയ പിന്നെ മനസ്സിലൊരു സ്വസ്ഥതയുണ്ട്. കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും 2 കേസിൽ നിന്ന് ഊരിയില്ലേ, ആ നമ്പ്യാരുടെ തലയിലിപ്പോ കാക്ക കൊത്തി പറിക്കുന്നുണ്ടാവും. ഒന്ന് വേഗം പിള്ളേ. അയ്യോ അയ്യോ, വലിക്കാതെ വലിക്കാതെ. അയ്യോ, നിങ്ങൾ ആരാ, എന്താ വേണ്ടത്? പിന്നെ പറയാ. അയ്യോ കണ്ണു കാണാൻ മേലേ ഗുരുവായൂരപ്പ. അയ്യോ എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ. നിങ്ങൾ ആരാ? ഭയപ്പെടണ്ട. എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ താങ്കളെ കൊണ്ടുവന്നതുപോലെ തിരിച്ചുവിട്ടേക്കാം. അതല്ല, മറ്റെന്തെങ്കിലും വളഞ്ഞ വഴി പ്രയോഗിച്ചാൽ യമലോകത്തേക്ക് അയക്കാനും ഞാൻ മടിക്കില്ല. അയ്യോ, ഈ ഉള്ളവ കുഞ്ഞുകുട്ടി പരാതിയിലക്കാരനാണ്. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ കിളി കിളി പോലെ ഉത്തരം പറയാതെ. എന്നെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഴുവനും കണ്ടിട്ടില്ല, ഇത്രയും ഭാഗം കണ്ടിട്ടുണ്ട്. എങ്ങനെ? പ്രതിമയുടെ രൂപത്തില്. നിങ്ങൾ ശരിക്കും ആരാ, പ്രേതമോ മനുഷ്യനോ? മാൻറേ, ജൂനിയർ മാൻറേ. ഇത്രയും കാലം പ്രതിമയുടെ രൂപത്തിൽ വന്ന് ഉപദ്രവിച്ച് പോരാഞ്ഞിട്ടാണോ ഇപ്പൊ മനുഷ്യ രൂപത്തിൽ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്നെ വേണം. വില്യം ഗ്രാൻഡ് തീർത്ത എന്റെ ഒട്ടുപ്രതിമ വേണം. തരാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു വ്യവസ്ഥ വയ്ക്കാം. എനിക്കെന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കാഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഞാൻ ദൈവമാണ്, മറിച്ചായാൽ പിശാചും. ആ പ്രതിമ തിരിച്ചു തന്നാൽ പറഞ്ഞ പണം എനിക്ക് തരുമെന്ന് ഉറപ്പാണോ? മാൻഡ്രേക്ക് ഒരിക്കലും പാഴ്വാക്ക് പറയാറില്ല. എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാനത് എത്തിച്ചു തരാം. എന്താ, സമ്മതമാണോ? ഓക്കെ, പക്ഷെ വാക്ക് മാറിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈശ്വര, ഇത്രയും വിലയുള്ളൊരു സാധനമായിരുന്നോ ഓരോരുത്തരെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയത്? 10 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ പ്രതിമ നമ്പ്യാരുടെ പക്കലാണെന്നുള്ള വിവരം ഞാൻ മിണ്ടിയില്ല. നമ്മുടെ ഭാഗ്യത്തിലാണ് ഈ ഞാൻ അവരെ വഴി വെച്ച് കണ്ടത്. പാട്ടുപാടി സമ്മാനമായി കിട്ടിയ ആ സാധനം പ്രതിഭ വീട്ടിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോയിരിക്കുക, അത് ഉറപ്പാ. ആ സാധനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്പ്യാര് കാത്തിരിക്കായിരിക്കും. എന്നാലും ഇനി അതും ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ നമ്പ്യാർക്ക് സംശയം തോന്നുമല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യാ? അതിനൊക്കെ വഴിയുണ്ട്, നീ കണ്ടോ. പ്രതിമ വെക്കാനുണ്ടോ? പ്രതിമ വെക്കാനുണ്ടോ? പ്രതിമ പഴയതും പുതിയതുമായ പ്രതിമ വെക്കാനുണ്ടോ? പ്രതിമ കയ്യും കാലുമില്ലാത്ത പ്രതിമ ആൾക്കാരിറങ്ങി തുടങ്ങി. ചൂടാ. പ്രതിമ വെക്കാനുണ്ടോ സാറേ? നല്ല വില തരാം. ഏതു തരം പ്രതിമ എടുക്കും? ഇതിന് മേലോട്ടുള്ളതാണേലും മതി. കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിലേ ഒരെണ്ണം തരാമായിരുന്നു. അതോടെ തന്നെ കച്ചവടം തുടങ്ങിയേനെ. അതുകൊണ്ട് എന്റെ അമ്മായിച്ചും പോയി. എത്ര പട്ടി കത്ത് കാണുമാവോ. അപ്പോ ഇതിലെ പടിഞ്ഞാറോട്ട് പോയാ സാറിന്റെ അമ്മായിച്ചന്റെ വീട്ടിലെത്തുവോ? ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ അമ്മായിച്ചന്റെ വീട്ടിലെത്തത്തില്ല, അറബിക്കടലിലെത്തും. എടോ, വടക്കോട്ട് പോയി തൃക്കുന്നപുരത്തെത്തണം. അവിടെ ചെന്ന് മേനോ സാർ വീടാന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു. ഇങ്ങനെ പട്ടിമേനോന്റെ വീടെന്ന് ചോദിച്ചാ മതി. ഓ, പട്ടിമേനോൻ. അതിരിക്കട്ടെ, തനിക്കെന്തിനാ ഈ പ്രതിമ? അതെന്റെ ഹോബിയാ സാറേ. വീട് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ അത് മറിച്ചു വിൽക്കും. തന്റെ ശബ്ദം എവിടെയോ കേട്ട മാതിരി ഉണ്ടല്ലോ. അതെ സാറേ, ഞാൻ മിമിക്രിക്കാരനായിരുന്നു. ഈ പലരുടെയും ശബ്ദം അനുകരിച്ച് സ്വന്തം ശബ്ദം വരുന്നില്ല. ഓഹോ, അപ്പൊ താൻ ആ നക്കി പാരപ്പിളയുടെ വീട്ടിലും പോയി കാണും. അത് അവന്റെ ശബ്ദത്തിന്റെ ചൊവ്വ. അപ്പൊ വരട്ടെ. ചെല്ല്. അതെ, വരണ മകനെ, എന്റെ അപ്പനാ പാരപ്പിള്ള. ആ പ്രതിമയൊന്ന് കളയാൻ വേണ്ടി ഈ ഇളവൻ വട്ടം കിടക്കി നടക്കുകയായിരുന്നു. അത് കയ്യിൽ നിന്നെടുത്ത് കളഞ്ഞപ്പോ
ആവശ്യക്കാരൻ ചാക്കുമായിട്ട് വരുന്നു. ഭഗവാനെ ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഇവിടെ പ്രതിമയില്ല, വേണേ 2 പട്ടിയെ തരാം. വേണ്ട, ഒന്നാമത് പട്ടി നമുക്ക് കറാമാണ്. അതുമല്ല, കാശ് കൊടുത്ത് കളിക്കുന്ന പട്ടി ആരെങ്കിലും പേടിക്കും. നമുക്ക് പ്രതിമ മതി. നിങ്ങൾ ഈ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനക്കുട്ട കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു വല്ല എടുത്തിരിക്കുകയാണോ ഒരു പിടിയില്ല. ഈ ഓമനക്കുട്ടിൽ എങ്ങനെ ഇരിക്കും? കസേരയിലിരിക്കും. അതല്ല പട്ടി മേനോനെ, അയാളെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്നാ നമ്മൾ ചോദിച്ചത്. എന്റെ 2ാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഓ ക്ഷമിക്കണം, എനിക്ക് പട്ടിക്ക് പാല് കൊടുക്കാൻ സമയമായി. വരട്ടെ. എന്റെ ഗുരുവായൂർ, അല്ലോ, ആ ഓമനക്കുട്ടനെ എവിടെ പോയി തപ്പുവോ എന്തോ. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. വരുന്നു. ഒരു പാക്കറ്റ് 555 ഇവിടില്ല. അയ്യോ, 555 കാണുമോ? അതുമില്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 വാങ്ങി വെച്ചൂടോ? ശ്രമിക്കാം. അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. മുയലാളി 555 ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല, ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. 100 രൂപ ഇങ്ങട്ടാ. ഈ 10 പിടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. പോലീസ് സ്റ്റേഷൻ ചതിച്ചോണ്ടീശ്വര. മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലയ്ക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്, ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ? മോഷണോ പിടിച്ചോറിയോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി. ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ. ഡ്രൈവർ പണി മതിയാക്കി താനെന്താ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. താൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന നിൽപ്പി മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴുങ്ങിയാൽ പോരായിരുന്നു ഓമനക്കുട്ട. 4-5 മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? സർക്കാർ കാര്യമല്ലേ. പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല, സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്കൊഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇടിച്ചിട്ട് നട്ടെല്ലാം നോക്കാം. അപ്പോ ഇരിക്കട്ടെ, ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട, 2 എടുക്കണ്ട. ഇവന്റെ സാധനം സമയ്ക്കില്ലേ? ഒരു മുട്ടത്തലും പ്രതിമ എല്ലായിടത്തും പോകാൻ പറ. അത് ഇവിടെ ഇരിക്കട്ടെ. പിടി. അതെ, അതുകൂടെ എടുത്തോണ്ട് പോ. അല്ല, ഇനി ആശ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരാശ്രയം. ആ പ്രതിമ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനഃപൂർവ്വം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണോ? അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും. ആശാൻ ഒന്ന് നോക്കണം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. വടക്ക് കിഴക്ക് ദിക്കിലൂടെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക.
വടക്ക് കിഴക്കെന്നൊക്കെ പറഞ്ഞാ ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? അത് തിരിച്ച് കൈവരാനുള്ള മാർഗം എന്തെങ്കിലും പറഞ്ഞത് ആശാനെ? അത് തിരിച്ചു കയ്യിൽ വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഞാൻ സഹിച്ചോളാം. എനിക്കത് എങ്ങനെയും കിട്ടണം. എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവീ ക്ഷേത്രത്തിൽ ചെല്ലുക. ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിക്കുക. എല്ലാത്തിനും നിവൃത്തി ഉണ്ടാവും. ദേവി അനുഗ്രഹിക്കട്ടെ. ഗോപാല, ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഇതിന് കൂടെ കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല. ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെങ്കിലും വണ്ടി ഒന്ന് നിർത്തുക. ഒക്കെയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും. എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അറിയാൻ പാടില്ലാത്തത് ചോദിക്കണ്ട. അറിയാവുന്ന ചോദിക്കാലോ. ചോദിക്കാം. മുതലാളിക്ക് എന്താ ഇടപാട്? മന്ത്രവാദോ അതോ കള്ളക്കടത്തോ? എന്തായാലും എന്റെ അടുത്ത് തുറന്നു പറയാം. മുതലാളിയുടെ ജീവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്റെ അടുത്ത് എന്തിനാ ഈ സസ്പെൻസ്? തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ പാർക്കില് വിശക്കുന്നു പറഞ്ഞ് തെണ്ടി നടന്ന ഊളച്ചെക്കനെ പിടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ ഡ്രൈവറാക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞു തരാനല്ല. എടാ, അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷൻ ആയിരിക്കും. കാശുള്ളവൻ എന്തു ആവാലോ. കാശിക്ക് പോകുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞതാ. നീ കാശിക്കോ ഏത് പോ. കൊക്കയോ പുഴയോ എന്താന്ന് അറിയില്ല, പക്ഷെ വെള്ളമുണ്ട്. ആ മൊട്ട തലയെടുത്ത് പുഴയിലോട്ട് തള്ളി മുതലാളി. വണ്ടി വിട്ടോടാ. അയ്യോ കൃഷ്ണ, ഗുരുവായൂരപ്പാ, ഭഗവാനെ, എവിടെ പോയി കിടന്നിരുന്ന കണ്ണലുള്ളി? ഓ, എല്ലാം വിശാലത്തിന്റെ ഭാഗ്യം. ഹലോ, അതെ, ഞാൻ നിങ്ങളുടെ കാള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രതിമ എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി. പണം റെഡിയല്ലേ? ഓക്കെ ഓക്കെ. എന്താ അവര് പറഞ്ഞേ? മുനിസിപ്പൽ ഗോഡൌണിൽ രാത്രി 12 മണിക്ക് പ്രതിമയായിട്ട് ചെല്ലണമെന്ന്. ശരിക്കും എണ്ണി നോക്കി വാങ്ങണം. ചിലപ്പോ കള്ളനോട്ട് കണ്ട് പറ്റിക്കും. അണ്ടേ, 10 ലക്ഷം രൂപ അവിടെ ഇരുന്ന് എണ്ണി നിരക്കി 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങി എത്താം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒരു പെട്ടി കൂടെ കൊണ്ടുവയ്ക്കോ. പെട്ടി അവരെന്നെ അടിച്ചുടച്ച് പെട്ടിയിലാക്കി ഇങ്ങോട്ട് അയക്കുമെന്നാ എന്റെ പേടി. പെട്ടിയായിട്ട് എല്ലാം. ഹലോ, പറഞ്ഞതുപോലെ എല്ലാം കറക്റ്റ് ആണല്ലോ? പറഞ്ഞ തുക മുഴുവനുണ്ട്. അയ്യോ, എന്തിനാണ് ആ കാലപാടം പാരെ എന്നെ തല്ലണത്? സത്യം പറ, ഇതിനകത്തുണ്ടായിരുന്ന വൈരങ്ങൾ എവിടെ? വൈരങ്ങളോ? എനിക്കറിയില്ല. അയ്യോ, അയ്യോ, ശരിയാണല്ലോ. അനർത്ഥങ്ങൾ തുടങ്ങി.